നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഇളവുകളെല്ലാം നൽകിയിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നിരുന്നാൽ തന്നെയും സ്വദേശിവൽക്കരണം പോലുള്ള കടുപ്പിച്ചുകൊണ്ട് കടുത്ത നടപടികളാണ് പല ഗൾഫ് രാഷ്ട്രങ്ങളും സ്വീകരിച്ചു പോരുന്നത്. കുവൈറ്റിൽ നിന്ന് കഴിഞ്ഞ 6 മാസത്തിനിടെ തന്നെ 10,000-ലേറെ വിദേശികളെ നാടുകടത്തിയതായ റിപ്പോർട്ട് പുറത്തുവരികയുണ്ടായി. താമസ നിയമലംഘകരാണ് നാടുകടത്തപ്പെട്ടവരിൽ ഏറെയുമുള്ളത്. നിയമലംഘകരെ പിടികൂടുന്നതിനായുള്ള ക്യാമ്പയിൻ തുടരുന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഈ വർഷം ജനുവരി 1 മുതൽ ജൂൺ 20 വരെയുള്ള കാലയളവിൽ 10,800 വിദേശികളെയാണ് കുവൈറ്റ് സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചത്. ഇഖാമ നിയമങ്ങൾ ലംഘിച്ചവരാണ് ഇവരിൽ കൂടുതലുമുള്ളത്. ജലീബ് അൽ ഷുയൂഖ്, മഖ്ബൂല ഷുവൈഖ്, ബനീദ് അൽഗർ എന്നീ വിദേശി ഭൂരിപക്ഷ മേഖലകളിലും വഫറ, അബ്ദുലൈ കാർഷിക മേഖലകളിലും കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന സുരക്ഷാ പരിശോധനകളിൽ നിരവധി താമസ നിയമലംഘകർ പിടിയിലായിരുന്നു. അനധികൃത താമസക്കാരെ പിടികൂടുന്നതിനുള്ള സുരക്ഷാ ക്യാമ്പയിനുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസരേഖകളില്ലാത്ത വിദേശികളുടെ ഫയലുകൾ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് അസബാഹും ആഭ്യന്തര അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അൻവർ അൽ ബർജാസും നേരിട്ട് പരിശോധിക്കുന്നുണ്ട്. ജലീബ് അൽ ഷുയൂഖിൽ പ്രത്യേകം ക്യാമ്പ് ചെയ്താണ് അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നത്. പരിശോധനകളിൽ പിടിക്കപ്പെടുന്ന വിദേശികൾ താമസരേഖകളില്ലാത്തവരെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്കാണ് അയക്കുന്നത്. പ്രതിദിനം 200 പേർ എന്ന നിലയിലാണ് നിലവിൽ നാടുകടത്തൽ പുരോഗമിക്കുന്നത്. അതേസമയം കുവൈറ്റിൽ ഉച്ചവിശ്രമ നിയമം വ്യാപകമായി ലംഘിക്കപ്പെടുന്നതായി പരാതി. തൊഴിലിടങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് ഇപ്പോൾ കുവൈറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമം ലംഘിച്ച നിരവധി കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കും. കുവൈറ്റ് മാൻപവർ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 1 മുതൽ രാജ്യത്ത് നടപ്പാക്കിയ ഉച്ചവിശ്രമ നിയമം വ്യാപകമായി ലംഘിക്കപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പല കമ്പനികൾക്കെതിരെയും തൊഴിലാളികൾ തന്നെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തൊഴിലാളികളെ കമ്പനികൾ ഉച്ചസമയത്ത് ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിവരികയാണ്. തൊഴിൽ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഫീൽഡിൽ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.